ഇലക്ഷൻ വന്ന് വാതിലിൽ മുട്ടി. നമ്മളെല്ലാം കാത്തിരുന്ന പോലെ തന്നെ എന്ന് പറയാം. ഇടിയും വന്നു. ഇടിക്ക് ശീലമാണിത്. ഇലക്ഷൻ വന്നാൽ ഇടിയും വരണം. ഇതെപ്പോഴും കാണുന്ന കാഴ്ചയാണ്. 2020 പഞ്ചായത്ത് ഇലക്ഷൻ ഇടി വന്നു. 21 അസംബ്ലി ഇലക്ഷൻ അപ്പോഴും ഇടി വന്നു. 24 ലോക്സഭ ഇലക്ഷൻ ഇടി മുടങ്ങാതെ വന്നു. ഇപ്പോൾ 25 പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, ഇടി എത്തി. അതുകൊണ്ട് ഒരു തമാശയായിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇലക്ഷൻ വന്നാൽ ഇടിയും വന്നിരിക്കും. അതാണ് പുതിയ ഇടി. അതുകൊണ്ട് എല്ലാ കേരളീയർക്കും അറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ വരും വരാതിരിക്കില്ല എന്ന് പറയും പോലെ ഇടി വരും വരാതിരിക്കില്ല. ഇടി വന്നു, എന്നിട്ടോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പഴയ ചൊല്ലെന്താണ്? പഴയ ചൊല്ല് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്നാണ്. അത് മാറ്റി പറയാം. ഇപ്പോൾ വീഞ്ഞും പഴയത്, കുപ്പിയും പഴയത്. അതെ, വീഞ്ഞും പഴയതാണ്, കുപ്പിയും പഴയതാണ്. ഈ പഴയ വീഞ്ഞും പഴയ കുപ്പിയുമായിട്ട് വന്ന് കേരളത്തിൻ്റെ ജനവിധിയെ മാറ്റിമറിക്കാമെന്ന്. ഇടി ഒന്നുമല്ലല്ലോ, അതിൻ്റെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കറിയാം. ഇടിയെ ഇതുപോലെ പറഞ്ഞു നയിക്കുന്ന കേന്ദ്രത്തിലെ തമ്പുരാക്കന്മാർ മനസ്സിലാക്കണം, ഈ പഴയ വീഞ്ഞും പഴയ കുപ്പിയുമായി വന്ന് കേരളത്തിലെ ജനവിധിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന വ്യാമോഹം അവർക്ക്.